This is why many people say nothing works on my skin. ഈ വീഡിയോന്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾക്കുള്ളതാണ്. ഈ ഫാറ്റ്സ് ബിൽഡ് ചെയ്ത സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ടും പ്ലമ്മി ആയിട്ടും നിലനിർത്താൻ സഹായിക്കും. ഈറ്റ് യുവർ മോയ്സ്ചറൈസർ എന്നുള്ള നമ്മൾ ഈ ക്യാമ്പയിൻ്റെ അണ്ടറിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീറ്റ ഉടനെ തന്നെ വെള്ളമൊക്കെ കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം നമ്മുടെ സ്കിൻ സെൽസിന്റെ സൈക്ലിക്കൽ പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ പേടിക്കേണ്ട ഫാറ്റ് എന്ന് വെച്ചാൽ തിങ്ക് അബൌട്ട് ദിസ് ഫോർ എ മൊമെന്റ്. നിങ്ങൾ പല ബ്രാൻഡിൻ്റെയും മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നവരല്ലേ, നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നവരുണ്ട്, ഡേ ക്രീം ഉപയോഗിക്കുന്നവരുണ്ട്. എന്നിട്ടും നിങ്ങളെ ഫേസ് ഡള്ളാണോ, ഡ്രൈനെസ് ഉണ്ടോ, പ്രിമച്ചർ ഏജിങ് വരുന്നുണ്ടോ, പ്രത്യേകിച്ച് ഒരു ഗ്ലോയ് നിങ്ങൾക്ക് വരുന്നില്ലേ എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹായ് ഓൾ, ഈ വീഡിയോൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈറ്റ് യുവർ മോയ്സ്ചറൈസർ എന്നാണ്. എന്താ അതിൻ്റെ ശരിയായ മീനിങ് നിങ്ങൾക്കറിയോ? മോയ്സ്ചറൈസർ കഴിക്കുക എന്നാണോ? എന്തായാലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ? നമ്മളെല്ലാവരെയും സ്കിൻ സെൽസ് ഉണ്ടാവുന്ന ഏറ്റവും ബോട്ടം ലെയറിന് മുകളിലേക്ക് മെച്ചേർഡ് ആയിട്ട് വരിക ചെയ്യുന്നത്. ഇങ്ങനെ മെച്ചേർഡ് ആയിട്ടുള്ള സ്കിൻ സെൽസിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്വയം റിപ്പയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഡെഡ് സെൽസായി മാറുന്നുമുണ്ട്. അതേ സ്ഥലത്ത് തന്നെ അതേ സമയത്ത് പുതിയ സ്കിൻ സെൽസ് ഉണ്ടാവുന്നുമുണ്ട്. സോ നമ്മുടെ സ്കിൻ സെൽസിൻ്റെ സൈക്ലിക്കൽ പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം തേച്ചാൽ മതിയോ? നമ്മൾ നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ന്യൂട്രിയൻസ് നമ്മളെ ബ്ലഡിലെത്തി നമ്മളെ സെൽസിനെ നറിഷ് ചെയ്ത് വെക്കും. ദാറ്റ്സ് വൈ ഐ സേ എക്സ്റ്റേണൽ കെയർ ഈസ് ടെമ്പററി ആൻഡ് ഇന്റേണൽ കെയർ ഈസ് പെർമനന്റ്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ക്യാപ്ഷൻ്റെ ഈറ്റ് യുവർ മോയ്സ്ചറൈസർ എന്താന്നുള്ളത്? അതായത് ഈറ്റ് ഫുഡ്സ് ദാറ്റ് കീപ് യുവർ സ്കിൻ സോഫ്റ്റ്, ഹൈഡ്രേറ്റഡ്, ഇലാസ്റ്റിക് ആൻഡ് ഗ്ലോയിങ്. നിങ്ങളുടെ ഡയറ്റിൽ ഹെൽത്തി പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, വാട്ടർ, ഇതൊന്നും കറക്റ്റ് പ്രൊപ്പോർഷനിലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ, ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്, ഇതൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ നടക്കില്ല. സോ ഇങ്ങനത്തെ ഒരു സ്കിൻ കണ്ടീഷൻ ഉള്ള ഒരാൾ 3 or 4 തവണ മോയ്സ്ചറൈസേഴ്സ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിൽ വീണ്ടും ഡ്രൈ ആയി മാറും. ദിസ് ഈസ് വൈ മെനി പീപ്പിൾ സേ നത്തിങ് വർക്ക്സ് ഓൺ മൈ സ്കിൻ. ദ പ്രോബ്ലം ഈസ് നോട്ട് your product. The problem is you. You need to understand your skin structure and food connection. നിങ്ങളെ സ്കിന്നിൻ്റെ ഇന്നർ ലെയറിൻ്റെയും ഔട്ടർ ലെയറിൻ്റെയും സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ്സ് വേണം, ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും വേണം. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയതിനു ശേഷമുള്ള എൻഡ് പ്രൊഡക്റ്റ് ആണ്. ഈ പ്രോട്ടീനിൻ്റെ നോൺ വെജ് സോഴ്സസ് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നമുക്ക് വെജ് സോസസ് എന്തെല്ലാം എന്ന് നോക്കാം. വെജ് സോസസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. പരിപ്പ് വർഗ്ഗങ്ങൾ തന്നെ പലതരത്തിലുള്ള പരിപ്പ് വർഗ്ഗങ്ങളുണ്ട്. തുവരപ്പരിപ്പ്, മസൂർ ദാൽ, മൂങ് ദാൽ, കടലപ്പരിപ്പ്. അപ്പോൾ ഇതിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ളത് മൂങ് ദാലിലാണ്. അതുപോലെ തന്നെ കടലവർഗ്ഗങ്ങൾ. കടലവർഗ്ഗങ്ങളിൽ ചെണ്ണക്കടല, രാജ്മ പയർ, ചെറുപയർ, വൻപയർ, പിന്നെ ഗ്രീൻ പീസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കടലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോയ ചങ്ക്സ്, ടോഫു, പനീർ, ചീസ്, മഷ്റൂംസ്, നട്ട്സ് ആൻഡ് സീഡ്സ്. നട്ട്സ് ആൻഡ് സീഡ്സിൽ നമുക്ക് സാധാരണ ആൽമണ്ട്സ്, വാൾനട്ട്, ചിയാ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, പൈൻ സീഡ്, അതുപോലെ ഹാസിൽ നട്ട്, ഇങ്ങനെ വെറൈറ്റി ഓഫ് നട്ട്സും സീഡ്സും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്പ്രൗട്ട്സുകൾ, അതായത് കടലവർഗ്ഗങ്ങൾ, ചെറുപയർ, ഇതൊക്കെ മുളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹാഫ് ബോയിൽ ചെയ്തിട്ടോ അതെല്ലാം കറികളിലോ സാലഡ്സിലോ ഒക്കെ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. ഇനി ഹെൽത്തി ഫാറ്റ്സ് എന്താ നോക്കാം. ഇതുവരെ പറഞ്ഞ പ്രോട്ടീൻസ് എല്ലാം നമ്മളെ സ്കിന്നിനെ ബിൽഡ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഫാറ്റ്സ് ആണ്. ഈ ഫാറ്റ്സ് ബിൽഡ് ചെയ്ത സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ടും പ്ലമ്മി ആയിട്ടും നിലനിർത്താൻ സഹായിക്കും. ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിൻ എപ്പോഴും റഫും ടൈറ്റും ആയിട്ടാവും ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഞാൻ വെജിറ്റേറിയൻ സോസ് മാത്രമേ പരിചയപ്പെടുത്തി തരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ഗുഡ് വെജിറ്റേറിയൻ ഫാറ്റ്സ് ആണ് ഗീ, ബട്ടർ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് മിൽക്കൊക്കെ നല്ല റിച്ച് ഇൻ സോഴ്സ് ഓഫ് ഫാറ്റ് ആട്ടോ. അതുപോലെ തന്നെ അവോക്കാഡോയും റിച്ച് ഇൻ സോഴ്സ് ഓഫ് ഹെൽത്തി ഫാറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുക. അതായത് കോക്കനട്ട് മിൽക്കും അവോക്കാഡോയും കൂടി എടുത്തിട്ട്
ഷേക്ക് ആക്കിയിട്ട് ഹണിയോ അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ചേർത്തിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നട്ട്സ് ആൻഡ് സീഡ്സും ഒരു ഹെൽത്തി ഫാറ്റിൻ്റെ സോഴ്സ് തന്നെയാണ്. നമ്മൾ ആൽമണ്ട്സ് എല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ ഓയിൽ എടുക്കുന്ന ടൈപ്പ് ഓഫ് ആൽമണ്ട്സ് ഉണ്ട്. ഇതന്നെ ചൂസ് ചെയ്യുക നിങ്ങൾ. നല്ല നട്ട്സ് ആൻഡ് സീഡ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ സാലഡ്സ് എല്ലാം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഓയിൽസ്, ഒലിവ് ഓയിൽ, സെഷം സീഡ്സിൻ്റെ ഓയിൽ, അതുപോലെ ബ്ലാക്ക് സീഡ് ഓയിൽ, ഇതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാറ്റ് സോഴ്സും കൂടിയാണ്. ഞാൻ ഇത്രയും ഫാറ്റുകൾ പറഞ്ഞല്ലോ, പല വെറൈറ്റി ഓഫ് ഫാറ്റുകൾ. അപ്പോൾ ഇതിനൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ പേടിക്കേണ്ട ഫാറ്റ് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കഴിച്ചതിന് ശേഷം ആ ഒരു കാർബോഹൈഡ്രേറ്റ് ഫാറ്റായി സൂക്ഷിക്കും നമ്മളെ ബോഡിയിൽ. അതിനെ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ഇനി സ്കിന്നിൻ്റെ സ്ട്രക്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ കാര്യമാണ് ആൻറ്റി ഓക്സിഡൻസ്. കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലെല്ലാം ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ സ്പിനാച്ച്, കെയില്, ഇതിലെല്ലാം നല്ലോണം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ സ്പിനാച്ച് നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട്, അതായത് ഒരാൾക്ക് ഒരു 5-6 നമ്പേഴ്സ് ലീഫ് എടുത്തിട്ട് ജ്യൂസാക്കി ലെമൺ പ്ലസ് ഹണി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് സെയിം കെയിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ബെൽ പെപ്പേഴ്സിൽ 3 കളേഴ്സും, യെല്ലോ, റെഡ്, ഗ്രീൻ. ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടാറ്റോ, ടൊമാറ്റോ നിങ്ങൾ കഴിക്കുമ്പോൾ അതിനെ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുക. സ്കിന്ന് കളഞ്ഞിട്ട് കഴിക്കാൻ നോക്കുക. വ്യത്യസ്ത തരത്തിലുള്ള ബെറീസ്, ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി ഒക്കെ ഈ സമയത്ത് സീസൺ ആണ്. ഇതിലൊക്കെ റിച്ച് ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഹെൽത്തി ഫാറ്റ് ആണെങ്കിലും അവക്കാഡോയും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ. ഹെർബ്സ് ആൻഡ് സ്പൈസസിലും നല്ലോണം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതിൽ സിനമൺ, ടർമറിക്, ക്യുമിൻ, ഒറിഗാനോ, കാർഡമം, ജിഞ്ചർ, ബേസിൽ, പാർസ്ലി, ചില്ലി പൗഡർ നാച്ചുറൽ ആണ്. ക്ലോവ്സ്, ബ്ലാക്ക് പെപ്പേഴ്സ്, അതുപോലെ വോൾ ഗ്രെയിൻസും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ടീയും കോഫിയും ഒക്കെ വാട്ടർ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ ഉള്ള വാട്ടറിനും കൂടി ഡ്രെയിൻ ആക്കാനാ സഹായിക്കുള്ളൂ. അപ്പം എല്ലാം ഒരു മിതമായ അളവിൽ കഴിക്കുക. അതുപോലെ എക്സസ് ഷുഗർ കൺസ്യൂം ചെയ്യുന്നതും നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മൾ ചൂ ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഓവർ ഈറ്റിങ്ങും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല ഹെൽത്തി. ഒരു ചെറിയ അതിൻ്റെ ഒരു ടേസ്റ്റ് വീണ്ടും ബാക്കി വെക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു വിശപ്പാട് ബാക്കി വെച്ചിട്ട് നീക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. സോ today I want to tell you a real truth. Your skin is not dry because of lack of cream, but your skin is dry because of lack of nutrition. That's why today's topic is eat your moisturizer. ഈറ്റ് യുവർ മോയ്സ്ചറൈസർ എന്നുള്ള നമ്മൾ ഈ ക്യാമ്പയിൻ്റെ അണ്ടറിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീറ്റ ഉടനെ തന്നെ വെള്ളമൊക്കെ കഴിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ആദ്യം ഓയിൽ പുള്ളിങ് ചെയ്യുക. ഇങ്ങനെ ഓയിൽ പുള്ളിങ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഡെയിലി റുട്ടീനിലുള്ള നിങ്ങളെ വർക്ക്ഔട്ട്സ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഓയിൽ പുള്ളിങ്ങിൻ്റെ 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീനുകൾ ധാരാളം ഉൾപ്പെടുത്തണം. അതിൽ നിങ്ങൾ ഫാറ്റും ആഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിലുള്ള ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ജ്യൂസുകളോ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ജ്യൂസുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ലഞ്ചിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ പ്ലേറ്റിൻ്റെ ഹാഫ് ഭാഗം വെജിറ്റബിൾസ് ആവണം. അതായത് കുക്ക്ഡ് വെജിറ്റബിൾസും വേണം, റോ സാലഡ്സും വേണം. അതുപോലെ തന്നെ അതിൻ്റെ 1/4 ഭാഗം പ്രോട്ടീൻ ആയിരിക്കണം. പനീറോ, ടോഫു, മഷ്റൂംസ്, ചെറുപയർ വർഗ്ഗങ്ങൾ, ദാല്, ഇതെല്ലാം ഉൾപ്പെടുത്തുക. ദെൻ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാർബായിട്ടുള്ള റൈസ് കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഗീ ആഡ് ചെയ്തിട്ടുള്ള ഗീ റൈസോ അല്ലെങ്കിൽ പുലാവ് പോലത്തെ റൈസുകളോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈവനിങ്ങിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പ്രത്യേകിച്ച് ആൽമണ്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ സോക്ക് ചെയ്തിട്ട് വേണം, സ്കിന്ന് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഈവനിങ് സ്നാക്സിൻ്റെ ടൈം എപ്പോഴും ഒരു 3:30-4 o'clockൻ്റെ ഒരു ഇടയിൽ നിങ്ങൾ തീർക്കാൻ നോക്കുക. കാരണം ഡിന്നർ നമ്മൾ ലേറ്റ് നൈറ്റ് കഴിക്കുന്നതിന് പകരം മാക്സിമം ഒരു 7 o'clockൻ്റെ മുന്നിൽ വൈൻഡ് അപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഡിന്നറിന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കാർബ് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡിന്നർ ഉൾപ്പെടുത്താൻ നോക്കുക. ഇത് നമ്മളൊക്കെ നോർമലി ഫോളോ ചെയ്യാൻ പറ്റുന്ന, അതായത് നോർമൽ ആയിട്ടുള്ള ഒരാൾക്കുള്ള ഒരു ഡയറ്റ് പാറ്റേൺ മാത്രം കേട്ടോ. നിങ്ങളതല്ല ഡയബറ്റിക് ഇഷ്യൂ അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് തരുന്ന ഡയറ്റ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ സ്കിന്ന് ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ക്രീംസും സിറംസും അപ്ലൈ ചെയ്യലല്ല,
നിങ്ങൾ അത് ഉള്ളിൽ തന്നെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒന്നാണ്. അതായത് ഹെൽത്തി ഫുഡും സപ്ലിമെൻറ്റ്സും എല്ലാം കഴിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി അത് കരുതിയിട്ട് സിറംസും മോയ്സ്ചറൈസേഴ്സും ഉപയോഗിക്കേണ്ടെന്നല്ല, എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി ഫൈനലായിട്ട് ഞാൻ പറയാണ്, ഹെൽത്തി സ്കിൻ എന്നുള്ളത് നല്ലൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. നമ്മളെ ഇന്റേണൽ ഓർഗൻസിൽ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കി നിലനിർത്താൻ നല്ലൊരു റോൾ തന്നെ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. See you there.